ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ഞാൻ ലേക്ക് ഷോറിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അവിടുന്ന് ലേക്ക് ഷോറിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ആദ്യമേ പോകുന്നത് എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്കാണ്. അവളാണെങ്കിൽ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യണ അന്ന് മുതൽ ഡിസ്ചാർജ് ചെയ്യണ ദിവസം വരെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ ഹസ്ബൻഡ് വന്ന് കാര്യങ്ങളെല്ലാം നോക്കി എപ്പോഴും വളരെ സപ്പോർട്ടീവായിരുന്നു. അപ്പം എൻ്റെ വൈഫിന് ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ്ങിലാണ്. അതുകൊണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവൾ വന്ന് സഹകരിക്കാറുണ്ട്. ഇവിടെ വന്ന് വീട്ടിലൊക്കെ വന്നു. പക്ഷെ ഇങ്ങനെ ഒരു അസുഖം എനിക്ക് വന്നപ്പോൾ എല്ലാവരും കൂടെ നിന്ന് വളരെ ആത്മാർത്ഥതയോടെ ആ കാര്യത്തിലേക്ക് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. ആ വീട്ടിൽ എനിക്കൊരു മുറി തന്നെ തന്നിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഏകദേശം ഒരു മാസത്തോളം ഞാൻ അവിടെ നിന്ന് എൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു. അതിനുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ വൈഫാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ നിന്ന് എൻ്റെ മോഷനൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ നോർമൽ ആൾക്കാർക്ക് വരുന്ന പോലെയല്ല. എനിക്കൊരു ദിവസം ഒരു 10-20 പ്രാവശ്യം മോഷൻ വരും. അപ്പം അതെല്ലാം കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് ബാഗ് രണ്ടാമത് പിടിപ്പിച്ച് വൈകിട്ടത്തെ ബാഗ് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ് ആ ബാഗിലേക്ക് വരും. അപ്പം അതുകൊണ്ട് കളഞ്ഞ് വീണ്ടും വാഷ് ചെയ്ത് വന്ന് പിടിപ്പിക്കണം. ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മനസ്സാന്നിധ്യം, വളരെ സ്നേഹം, നമ്മുടെ കൂടെ നിൽക്കാനുള്ള ഒരു ഇത്. കാരണം ഞാനൊരു പെട്ടെന്ന് കീമോല്ലാം നമുക്ക് അല്ലെങ്കിൽ സർജറി എല്ലാം കഴിഞ്ഞത് കൊണ്ടിട്ട് നമുക്കൊരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലാണ് നമുക്കവിടെ ജീവിക്കുന്നത്. പെയിനൊക്കെ ആയിട്ട് നമ്മളവിടെ ആണ്. അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്കും നമ്മളോട് നല്ലൊരു സ്നേഹമുണ്ട്. അപ്പോൾ അത് പിന്നെ എൻ്റെ മകൾ എല്ലാവരും എനിക്ക് നന്നായിട്ട് അന്ന് എനിക്ക് തോന്നുന്ന മകളന്ന് +1 പഠിച്ചു. അപ്പം അവരെല്ലാം എന്നെ വീട്ടിൽ നിന്ന് സഹകരിച്ച് എൻ്റെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ വൈഫിനെ അപ്പച്ചനെ വിളിച്ചു. അവരൊക്കെ പ്രാർത്ഥനയിൽ എൻ്റെ അപ്പച്ചനൊക്കെ വളരെ നോർമലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ എനിക്ക് അസുഖം വന്നതിന് ശേഷം മൂട്ടയിൽ നിന്ന് എനിക്ക് വേണ്ടി കാരുണ്യ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ നമ്മൾ ജീവിക്കാതിരിക്കണമെന്ന് തോന്നും. നമുക്ക് വീണ്ടും വീണ്ടും ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലാക്കി. അത് തന്നെ വല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്നെ ആഗ്രഹിച്ചിരുന്നു. ജീവിച്ചേ പറ്റുള്ളൂ. വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് ആ സമയത്ത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കൂടെ ഇത്രയും സപ്പോർട്ടാണ് നിൽക്കുന്നത്. നമ്മളെങ്ങനെയാണ് ഇതൊക്കെ. പിന്നെ എൻ്റെ ഫാമിലി അതേപോലെ എല്ലാവരും നമ്മുടെ കൂടെ സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് സിസ്റ്റർമാർ, എൻ്റെ സിസ്റ്റർ ഒരാളുണ്ട്, പുള്ളിക്കാരത്തി, എല്ലാവരും അവരുടെ ഭാഗങ്ങളിൽ നിന്ന് വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഫാദറുടെ ബ്രദർ, അത് ആ പുള്ളി പേര് ഫ്രാൻസിസ് എന്നാണ്, ഞങ്ങളുടെ ഫ്രാൻസിസ്. പുള്ളിയും കുടുംബം എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു എല്ലാ കാര്യത്തിലും സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിച്ചു. ഇതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് ചെയ്യാനുള്ളൊരു മനസ്സ്, കൂടെ നിൽക്കാനുള്ളൊരു മനസ്സ്, അത് പറയാതിരിക്കേണ്ടി വരും. ആ ഒരു മനസ്സിന്, ആ ഒരു വ്യക്തിക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്. എൻ്റെ ലൈഫിലും എനിക്ക് മറക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. എന്നും അവരെൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യും. അത് തന്നെ മതി നമുക്കൊക്കെ. ഇങ്ങനെയൊക്കെ ആൾക്കാർ കൂടെ ഉണ്ടല്ലോ എന്ന് എനിക്ക് ഇങ്ങനെ അസുഖങ്ങൾ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പിന്നെ എൻ്റെ സുഹൃത്ത് ബാബും കുടുംബം, അവരെല്ലാം ആ സമയത്ത് വന്ന് അവർക്ക് പറ്റാവുന്ന സഹായങ്ങൾ എനിക്ക് ചെയ്തു. പിന്നെ രഞ്ജു, എൻ്റെ ലൈഫിൽ മറക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ വളരെ ബിഗ് സപ്പോർട്ടായിരുന്നു എനിക്ക്. പിന്നെ പാലക്കാട് നിന്ന് എൻ്റെ ഒരു സുഹൃത്തുക്കളില്ല, പുള്ളിയെല്ലാം എൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റലിൽ കുറേ ദിവസങ്ങൾ എനിക്ക് വേണ്ടി, ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്നു. അവരൊക്കെ ഒരു ആവലാതിയോടുകൂടി എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ്. പിന്നെ സേവറിനൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സ്റ്റിൽ ദേ ആർ സപ്പോർട്ടിങ് മീ. എല്ലാവരും ഓരോ ഈ സമയത്ത് എനിക്ക് ഓരോ ആൾക്കാരെ എനിക്ക് ഓർക്കേണ്ടി വന്നത് എനിക്ക് ജീവിക്കാനുള്ള ഒരു ഇന്ധനം ഇതൊക്കെയായിരുന്നു. പിന്നെ ഡോക്ടേഴ്സ്, ലേക്ക് ഷോറിലെ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിലെ H. രമേശ് സാർ, മറക്കാൻ പറ്റില്ല ആ വ്യക്തിനെ. അവിടുത്തെ ഒരു മഹേഷ് സാർ, ഒരു ടീം വർക്കായിരുന്നു അവരെല്ലാം. നേഴ്സസ് ആയിട്ടുള്ള ജിജി സിസ്റ്റർ, പിന്നെ റീന സിസ്റ്റർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെന്ന് വിളിക്കുന്ന കുഞ്ഞുങ്ങളെ ചേച്ചിയുടെ പേര് ജർമ്മീനാണ്. അത് വേറെ ENT-യിലാണെങ്കിലും ചേച്ചി എല്ലാവരും എനിക്ക് എന്താവശ്യം എന്താണെങ്കിലും ഒക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് തരുന്ന ആൾക്കാരാണ്. ഇതാണ് ജീവിതത്തിന് നമുക്ക്
നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം, ജീവിക്കണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ത്വര ഉണ്ടാക്കിയത് എനിക്ക് ജീവിച്ച് പറ്റുമെന്നുള്ളത്. ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ ജീവിതം വിട്ടിട്ട് പോകാൻ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ മണത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ആട്ടെ പോവാം എന്ന് വിചാരിക്കും. പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് പിടിച്ച് കയറണം ജീവിതത്തിൽ. ഇതൊക്കെയാണ് എല്ലാവരും കിട്ടട്ടെ, ഇങ്ങനത്തെ സപ്പോർട്ടുകൾ ഉണ്ടാകണം. എല്ലാവരും കുടുംബത്തിൽ ഇങ്ങനെ എല്ലാവരും കൂടെ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ രോഗികൾക്കും അത് വലിയൊരു സമാധാനവും, അവരെല്ലാം വിഷമിച്ച് തകർന്നു നിൽക്കുന്ന സമയമാണത്, ശാരീരികവും മാനസികവുമായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സപ്പോർട്ടുകൾ എല്ലാവരും കൊടുക്കുമ്പോൾ നമുക്ക് അത് ഒരു വല്ലാത്ത ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരാളാണ്. എനിക്കങ്ങനെയായിരുന്നു. എനിക്ക് സപ്പോസ് ഇതേപോലെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ആരും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചു പോയാൽ ഇന്ന് ഈ ലോകത്തെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇത്രയും കാര്യമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയത് തന്നെ ആ ഒരു ബിഗ് സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് ഇല്ലാതിരുന്നാൽ നമുക്ക് മെന്റലി സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അതെല്ലാവരും ഫിസിക്കൽ ഫിനാൻഷ്യലി എല്ലാവരും ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. ജീവിതമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ കിഡ്നി പ്രോബ്ലംസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ പലരും അങ്ങനെ ഇല്ലാണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ക്യാൻസർ ലോഞ്ച് ചെയ്യണത് ഞാനാണ്. അതോടുകൂടി എല്ലാവരും പേടിച്ചു പോയി. ഇത് ക്യാൻസർ ഇസിക്കൽ ടു ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു. പേടിയാണ്, സത്യത്തിൽ എനിക്കും പേടിയാണ്. ഇത് വന്നു കഴിഞ്ഞപ്പോ പിന്നെ അതിനെ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഭയങ്കര സീനായിരുന്നത്. ഞാനന്ന് താമസിച്ചിരുന്നത് ഒരു ഫ്ലാറ്റിലെ ഒരു 3ാം നിലയിലാണ്. സത്യത്തിൽ ഒരാളും വരും, എല്ലാവർക്കും പേടിയാണ്. എനിക്ക് എന്തെങ്കിലും ഇനി വന്ന് സംസാരിച്ചാൽ വല്ല ഇൻഫെക്ഷൻ ആയി പുള്ളിക്ക് എന്തെങ്കിലും പറ്റിയാണെന്ന് വെച്ചാൽ ആരും വരില്ല. ഭാര്യയുടെ പിതാവാണെന്നുണ്ടെങ്കിൽ സാധനമൊക്കെ മേടിച്ച് വന്നിട്ട് വെറുതെ ഡോറ് തുറന്ന് അകത്ത് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോവുകയുള്ളൂ. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയാണ്. അത്രക്ക് ഭീകരമായിരുന്നു ആ സമയത്തൊക്കെ. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഈ പനി വന്ന പോലെ അല്ലല്ലേ, എല്ലാവർക്കും അതൊക്കെ വന്ന് മാറിപ്പോവും. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളെയും കൊണ്ട് പോകുന്നുള്ള ഒരു സംഭവം നിലനിൽക്കണം. അപ്പോൾ അതിൽ നിന്നെല്ലാം കരകയറാനായിട്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അത് എന്നെ ഇതേവരെ കൊണ്ടെത്തിച്ചു. അപ്പൊ എന്നെ കേൾക്കും, എന്നെ ശ്രവിക്കുന്ന നിങ്ങളോടും എനിക്ക് ആ നന്ദിയാണ് പറയാനുള്ളത് ഈ സമയത്ത്. അപ്പൊ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ അടുത്ത കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അതേപോലെ എല്ലാവരും ഇനിയും വീണ്ടും കാണുന്നവരെ ബൈ ബൈ.